ചെമ്പനീർപ്പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രോദയത്തിലെ മനസമാധാനം പൂർണ്ണമായിട്ടും പോയിരിക്കുവാണ്. ആർക്കും ഒരു സന്തോഷവും ഇല്ല. രവീന്ദ്രൻ ഒന്ന് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര അടുക്കുന്നേ ഇല്ല. ചന്ദ്ര എങ്ങനെയെങ്കിലും സുധിയെ വേറൊരു കല്യാണം കഴിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. രവീന്ദ്രൻ എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ചന്ദ്ര കേൾക്കുന്നില്ല. സുധിക്കാണെങ്കിൽ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരണം എന്നുണ്ട്, പക്ഷെ അമ്മയെ പേടിച്ചിട്ട് അതൊട്ടും പറയുന്നുമില്ല. ചന്ദ്രയാണെങ്കിൽ സുധി തന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് തന്നെ അതീവ സന്തോഷത്തിലുമാണ്. പക്ഷേ രവീന്ദ്രൻ ഇങ്ങനെ ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രക്ക് വീണ്ടും ദേഷ്യം കയറുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണേ. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ കള്ളിയും കൂട്ടിക്കൊണ്ട് വന്നു. ഞാൻ എന്നാൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ബാമയുടെ വീട്ടിലോട്ടാണ്. പോകുന്നതിന് മുമ്പ് രവീന്ദ്രനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി നിങ്ങളുടെ അമ്മ വരാത്തതിൻ്റെ കുറവും കൂടെ ഉള്ളൂ, അവർ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ടേ, തീരുമാനം എടുക്കേണ്ട നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുമല്ലേ, നീ ഈ പ്രശ്നം ഒന്നുകൂടെ വഷളാക്കുക ചന്ദ്രേ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരും, നീ പോണെങ്കിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ആ ഒറ്റ വാശിക്ക് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ സച്ചി പോയി കൊണ്ടുവരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല. എടാ സച്ചി, ഈ സമയത്ത് നീയും കൂടി വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ശരിയാവില്ല, നീ ഇവിടെ തന്നെ നിൽക്ക്, നീ ഇവിടെ വേണം, ശ്രുതിയുടെ അവസ്ഥ നിനക്കും അറിയാമല്ലോ. ചന്ദ്രയെ പേടിച്ചിട്ടാ അവൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാതിരിക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഈ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു വേണം, അല്ലാതെ അവിടെയും ഇവിടെയും ഇരുന്നിട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നോക്കിയാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരും, നീ ഇവിടെ നിന്നോ സച്ചി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോവാണ്. അങ്ങനെ നാട്ടിൽ നിന്നും നമ്മുടെ അച്ഛമ്മ വരുവാണ് രവീന്ദ്രൻ്റെ കൂടെ. അച്ഛമ്മ വീട്ടിൽ വരുമ്പോഴേക്കും പതിവ് പോലെ തന്നെ സച്ചിയും രേവതിൻ്റെ അടുത്തൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് സുധിയെ വിളിക്കുന്നുണ്ട്. സുധിയെ വിളിച്ച് ഹോളിലിരുത്തിയിട്ട് അച്ഛമ്മ സംസാരിക്കുന്നുണ്ട്. എന്താടാ സുധി, നിനക്കില്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലോ, ഇതൊക്കെ എപ്പോൾ തുടങ്ങി, എന്തിനാടാ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടുന്നില്ലേ, തലയും കുമ്പിട്ട് നിൽക്കുവാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൻ മനസ്സും വിഷമിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ നെഞ്ചാ തകർന്നു പോയത്. അവന് നിങ്ങൾ എന്തിനാ ഇത്ര മനപ്രയാസം കൊടുക്കുന്നത്? ഒന്നാതെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നവന് പാവം എൻ്റെ മോൻ, സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് നിങ്ങൾ എല്ലാവരും അവന് ഭാരം കൊടുത്തോണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടാണ്ടിരിക്കുവാണ്. ഈ പ്രശ്നത്തിൽ നീയും നിന്റെ ഭാര്യയും അതുപോലെ തന്നെ നിന്റെ അമ്മയും കുറ്റക്കാരിയാ. ഈ കുടുംബത്തിന് വഴികാട്ടിയായ നിൽക്കേണ്ടവൾ വീട് വിട്ടു പോയിരിക്കുന്നു, എന്തു പറയാനാ അവളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ചന്ദ്രയെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ഇത്രയും നാളായിട്ട് എനിക്കൊരു വിഷമം പോലും തന്നിട്ടില്ല, എന്നെ കരയിപ്പിച്ചിട്ടില്ല അവൻ. അവൻ്റെ മക്കളല്ലേടാ നിങ്ങളൊക്കെ, നിങ്ങളെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നത്, അമ്മ എന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ സുധിയോടായിട്ട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ അമ്മ കഴുത്തിനെ പിടിച്ച് പുറത്താക്കിയപ്പോൾ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നടാ? അവളെ പുറത്താക്കിയപ്പോഴേക്കും അവൾ പോട്ടെ എന്നുള്ളൊരു വിചാരമായിരുന്നോ നിനക്ക്? നീ എന്തൊരു ഭർത്താവാടാ? അതൊക്കെ പോട്ടെ, നിന്റെ ഭാര്യ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എനിക്കറിയില്ലെന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയും, അറിയില്ലെന്നോ? ഞാൻ നിന്റെ ഭാര്യയെ പറ്റിയാണ് ചോദിച്ചത്, നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. അറിയില്ലെന്ന് എന്ത് വർത്താനോ ഇവൻ ഈ പറയുന്നത്? ഇപ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനമില്ല ഇവന്, നീ എന്താടാ സുധി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് സുധിയോട്. അപ്പോൾ സുധി പറയും, അവള് വേറെ എവിടെ പോവാനാ, അവളുടെ കൂട്ടുകാരത്തി ആ മീരയുടെ വീട്ടിലുണ്ടാവും എന്ന് പറയുവാണ്. നിനക്ക് അവളെ വിളിച്ചോണ്ട് ഈ വീട്ടിലോട്ട് വന്നൂടെ? നിന്റെ അമ്മ അവളെ കഴുത്തിന് പിടിച്ചാ പുറത്താക്കിയത്, അതും തല്ലിയിട്ട്. അവളിപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണാവോ? എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ഒരേപോലെ ഇരിക്കില്ല, നീ ഇപ്പം തന്നെ അവളെ വിളിക്കണം എന്ന് പറയുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടാതിരിക്കുവാണേ. അപ്പോൾ അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട്, എടാ സുധി, നിന്നോട് അവളെ ഫോൺ ചെയ്യാനാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും സുധി പറയുവേ അച്ഛമ്മ വിളിച്ച് സംസാരിക്കുന്നു പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയും, ഞാനല്ല അവളുടെ ഭർത്താവ്, നീ വേണം അവളെ വിളിക്കടാന്ന് പറയുമ്പോഴേക്കും സുധി ശരി ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണേ. ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിക്കുമ്പോഴേക്കും ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ശ്രുതി എടുക്കുന്നില്ല. ശ്രുതി ഈ കോളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ തനിക്കൊരു വിലയില്ലാതാവുമല്ലോ എന്നോർത്തിട്ട് ശ്രുതി അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛമ്മയോടായിട്ട്, അച്ഛമ്മേ ശ്രുതി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും, എടാ നീ ചന്ദ്രയെ വിളിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ വിളിക്കാമേ, ആദ്യം ആ ശ്രുതി ഫോണൊന്ന് എടുക്കട്ടെ, അവൾ എന്ത് പറയുന്നെന്ന് നോക്കിയിട്ട് വേണം ചന്ദ്രയെ വിളിക്കാൻ, ശ്രുതിയാണ് ഇവിടെ മെയിനായിട്ട് വേണ്ടതെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയും, അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? എടാ ശ്രുതി, നീ പോയി അവളെ വിളിച്ചോണ്ടും വാ, മീരയുടെ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്, അവിടെ പോയി വിളിച്ചോണ്ടും വാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹേയ് അതൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ എന്തിനാ അവളെ അവിടെ പോയി
പോയി വിളിച്ചോണ്ട് വരണം? ഞാൻ അവളുടെ മുമ്പിൽ ചെറുതാവത്തൊന്നുമില്ല. കുറ്റം ചെയ്തത് അവളാ. അവളുടെ മുമ്പിൽ ഞാൻ എന്തിനു പോയി കെഞ്ചി നിൽക്കണം എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടേ. എടാ ശ്രുതി, എന്നാൽ നീ ഒന്നുകൂടെ അവളെ ഒന്ന് വിളിക്കുക എന്ന് പറയുവാണ് അച്ഛമ്മ അതിനുശേഷം. അപ്പോൾ ശ്രുതി വീണ്ടും വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്നതും ശ്രുതി പറയുന്നത് അച്ഛമ്മ വന്നിട്ടുണ്ട്, നിന്നോട് എളുപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി തകർന്നു പോവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതിക്കായിട്ട് തോന്നിയിട്ടല്ലേ എന്നെ വിളിച്ചത്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നുമല്ല, അച്ഛമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്, എളുപ്പം നീ വീട്ടിലോട്ട് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി കേൾക്കുന്നില്ലേ? ഇല്ല, ഞാൻ വരില്ല ശ്രുതി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. നീ എന്താ വരില്ലെന്നൊക്കെ പറയുന്നത്? അച്ഛമ്മയാണ് വിളിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി ഞാൻ വരാം, പക്ഷെ എനിക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡായിട്ട് കൂട്ടണ്ട, ഈ സമയത്ത് എനിക്ക് ഡിമാൻഡ് വെക്കാനൊന്നും ഞാൻ ആളല്ല, റിക്വസ്റ്റായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ അവിടെ വരുമ്പോഴേക്കും നിൻ്റെ അമ്മ, അതായത് എൻ്റെ ആൻറ്റി, എന്നെ തല്ലാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ലെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ, അവളെ ആരും തല്ലാനോ വഴക്ക് പറയാനോ പാടില്ലെന്നാ പറയുന്നതെന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അവളെ ആര് തല്ലാനാ? ഞാൻ എവിടെ ഉള്ളപ്പോൾ അവളുടെ ദേഹത്താരും കൈവെക്കില്ല, നീ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി ശരി അച്ഛമ്മ നോക്കാന്നാ പറഞ്ഞേക്കുന്നേ, നീ എളുപ്പം ഇങ്ങോട്ടേക്ക് വാന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വരാം ശ്രുതിക്ക് എന്നെ തല്ലാനുള്ള അവകാശമുണ്ട്, പക്ഷേ നിങ്ങളുടെ അമ്മക്ക് ആ അവകാശവും ഇല്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വെക്കുവാണ്. എന്നിട്ട് മീരയോടായിട്ട് പറയുന്നുണ്ടേ, നോക്കിക്കോ മീരെ, ഇനി ആ വീട്ടിൽ നിന്നും എനിക്കൊരു പടിയിറക്കം ഉണ്ടാവില്ലെന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അവർക്ക് നിന്നോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതിനുള്ള ഉത്തരങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്, ആ വീട്ടിലോട്ടൊന്ന് കയറി പറ്റിയാൽ മാത്രം മതി എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ ചന്ദ്രയെ വിളിക്കുന്നതാണ്. ചന്ദ്ര നല്ല ദേഷ്യത്തിലിരിക്കുവാണ്. രവീന്ദ്രൻ ഫോൺ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, ചന്ദ്രയെ അമ്മ എത്തിയിട്ടുണ്ട്, നീ എളുപ്പം വരണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഹോ അവരെ കൂട്ടിക്കൊണ്ട് വന്നോ, സന്തോഷമായി, ഇനി ആ കള്ളിയും കൂടി കൂട്ടിക്കൊണ്ട് വാ, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി അവിടെ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ നിന്നോട് ഞാൻ വരാനാ പറഞ്ഞത്, ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, ഇതിങ്ങനെ വഷളാക്കി കൊണ്ടുപോകാൻ ഞാനില്ല, ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരണം, നീ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണം, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, എൻ്റെ അമ്മയും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിളിക്കുന്നത്, നീ വന്നാലേ പറ്റുള്ളൂ ചന്ദ്രയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വരുന്നതും വരാത്തതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആ കള്ളി അവിടെ എത്തിയൊന്ന് ചോദിക്കുവാണ് ചന്ദ്ര. അപ്പോൾ രവീന്ദ്ര പറയുന്നുണ്ട്, അവളിപ്പോൾ എത്തും, ശ്രുതി അവളെ ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ, ശ്രുതി അവളെ ഫോൺ ചെയ്തെന്നോ, എന്തിനാ അവനെ കൊണ്ടൊക്കെ വിളിപ്പിച്ചെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചതുപോലെ അവൻ അവൻ്റെ ഭാര്യയെ വിളിച്ചോ, അതിന് നിനക്കെന്താ ചന്ദ്രയെ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അവൾ എന്നെ കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ചു, അവളോടുള്ള ദേഷ്യം എൻ്റെ ഇപ്പോഴും മാറിയിട്ടില്ല, അവളെങ്ങാനും എൻ്റെ മുമ്പിൽ വന്ന് നിന്നാ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തവുമില്ല, എന്നെ തടയാൻ വരരുതെന്ന് നിങ്ങളുടെ അമ്മയോട് ഇപ്പോഴേ പറഞ്ഞു വെക്കണം എന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് ഇതൊക്കെ കേട്ട്. ആ ശ്രുതിയുടെ അമ്മായിയമ്മ ഞാൻ പറയുന്നതേ ആ വീട്ടിൽ നടക്കുള്ളൂ, അല്ലാതെ നിങ്ങളുടെ അമ്മ പറയുന്നതല്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ശ്രുതിയുടെ അമ്മായിയമ്മയായിരിക്കാം, പക്ഷേ നിൻ്റെ അമ്മായിയമ്മയാ എൻ്റെ അമ്മ എന്ന് പറയുവാണ് രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ ശരി, പക്ഷേ ശ്രുതിയുടെ വിഷയത്തിൽ നിങ്ങളുടെ അമ്മ തലയിടാൻ പാടില്ല, അവൾ കാരണം അപമാനിക്കപ്പെട്ടത് ഞാനാ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ആദ്യം ഇങ്ങോട്ടൊന്ന് വാ ചന്ദ്രയെ, സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്ര ബാമയോട് ചൂടാവുകയാണേ, ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം വന്ന് മുമ്പിൽ നിൽക്കുന്നത് അവരാ, ഇത്രയും പ്രായമായിട്ടും ഒരു അമ്മായിയമ്മയാണെന്നുള്ള അഹങ്കാരം ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുവാണ് ചന്ദ്ര അച്ഛമ്മയെ. അങ്ങനെ ശ്രുതിയും ചന്ദ്രയും കൂടി ഒരുമിച്ച് വെവ്വേറെ ഓട്ടോകളിൽ ചന്ദ്രോദയത്തിൽ ഒന്നിച്ചെത്തുവാണേ. ശ്രുതിയെ കാണുന്നതും ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണ്. ഓട്ടോക്കാരനെ കാശും കൊടുത്ത് അകത്തോട്ട് കയറുവാണ് ചന്ദ്ര. അപ്പോൾ ഈ സമയത്ത് സച്ചി അതേസമയം അകത്തിരുന്ന് പറയുന്നത്, അമ്മ എന്തായാലും ശ്രുതിച്ച് പാലറേട്ടത്തോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അമ്മ തലയിൽ കയറ്റി വെച്ചാൽ നടന്നത്, പണക്കാരിയാണെന്ന് ഓർത്തിട്ട്. അതൊക്കെ ഇല്ലയെന്ന് അറിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അമ്മ എന്തായാലും പാലറേട്ടത്തോട് ക്ഷമിക്കില്ല എന്ന് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ചന്ദ്രോദയത്തിലോട്ട് വരുന്നത്. ആ കാഴ്ച കാണുമ്പോഴേക്കും സച്ചിൻ എട്ടുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛമ്മേ ദേ ഇവർ ഒന്നായും തോന്നുന്നു, അച്ഛമ്മ എല്ലാം ഒത്തുതീർപ്പാക്കാൻ വന്നപ്പോഴേക്കും അവർ പ്രശ്നമൊക്കെ തീർന്ന് ഒന്നിച്ചു വന്നു, അച്ഛമ്മ വന്നത് വെറുതെ ആയി എന്നാ തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്കങ്ങോട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. സച്ചി നീ വായടിച്ചും മിണ്ടാതിരുന്നോ, മനുഷ്യൻ ഭ്രാന്ത് കയറി നിൽക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഇരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി നിന്റെ ഭാര്യ പുറത്ത് നിൽക്കുന്നത് കണ്ടില്ലേ, അവളെയും വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചന്ദ്രയെ നോക്കുവാണ്.
ചന്ദ്ര ദേഷ്യത്തിൽ സുധീനെ നോക്കുന്നുണ്ട്, ഇവനെങ്ങാനും വിളിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛമ്മ പറയും, നീ എന്താ സുധി വിളിക്കാത്തതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ ട്യൂബ് ലൈറ്റിൻ്റെ സ്വിച്ച് അമ്മ പറഞ്ഞാലേ അവൻ വിളിക്കുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നിന്നോട് ഞാനാ പറയുന്നത് വിളിക്കാൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണേ, അച്ഛമ്മ പറയുന്നത് കേട്ടില്ലേ, അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിക്കുമ്പോഴേക്കും ശ്രുതി വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ശ്രുതി അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റുവാണ് ശ്രുതിയെ. അപ്പോൾ ശ്രുതി പേടിച്ച് അല്പം മടിയോടെയൊക്കെ അകത്തോട്ട് കയറി വരുവാണ്. അച്ഛമ്മ ആദ്യം ചൂടാവുന്നത് ചന്ദ്രയോടാണേ. ചന്ദ്രേ, നിന്റെ പ്രായം എന്താ 25 എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ അച്ഛമ്മയെ നോക്കുവാണേ. നീ എന്താ ഈ ചെറുപ്പക്കാരികളെ പോലെയൊക്കെ കാണിക്കുന്നത്? അവർ ചെറുപ്പമാണെന്നെങ്കിലും ഓർക്കാം, നീയോ ഒരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ വീട് വിട്ട് പോവാണോ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഇരിക്കാനേ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണേ. വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അതിനൊരു തീരുമാനം എടുക്കേണ്ടവളാ വീട് വിട്ട് പോയിരിക്കുന്നത്. നീ എത്ര നാളിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാനൊരു കൊലകാരിയായിട്ട് മാറും, അതുകൊണ്ടാണ് ഞാൻ പോയി എന്ന് ദേഷ്യത്തിൽ തന്നെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്താ ചന്ദ്ര ഇത്, അമ്മേനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എനിക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുവാന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മക്ക് ദേഷ്യം വരും. നീ എന്താ എൻ്റെ മോനോട് തട്ടിക്കയറുന്നത്? നീ പറയുന്നതൊക്കെ കേട്ട് അവൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെ എല്ലാവരുടെയും തലയിൽ കയറി ഇരിക്കുന്നത്? ചന്ദ്രേ, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരമാണ് തേടേണ്ടത്, അല്ലാതെ ഇങ്ങനെ നീ പോവല്ല വേണ്ടെന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ ചൂടാവുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ എന്ത് വർത്താനമായി പറയുന്നത്, ഞാനാണ് എന്തോ കുറ്റക്കാരി എന്ന രീതിയിലാണല്ലോ അമ്മ സംസാരിക്കുന്നത്, എത്ര വലിയ നുണകളാ അവൾ പറഞ്ഞത്, അതൊക്കെ കേട്ട് ഞാൻ പിന്നെ മിണ്ടാതിരിക്കണമായിരുന്നു, ഇനി വിശ്വസിക്കണമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ശ്രുതി ചെയ്തത് തെറ്റാ, പക്ഷെ നീ ചെയ്തത് അതിലും വലിയ തെറ്റാ ചന്ദ്രേ. നിനക്ക് അവളെ ചീത്ത പറയാം, പക്ഷെ തല്ലാനുള്ള അവകാശമില്ല, നീ എന്തിനാ അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതെന്നൊക്കെ ചോദിക്കുവാണ്. അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞതെന്നാ ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്, അതിന് പകരം കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഞാൻ അവളെ എന്ത് ചെയ്യണം, ഇത്രയൊക്കെ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞപ്പോൾ മടയിലിരുത്തി കൊഞ്ചിച്ച് കാരണം ചോദിക്കണമായിരുന്നു, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഞാൻ ഇവളെ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അച്ഛമ്മേനോടും ചൂടാവുന്നുണ്ട് ചന്ദ്ര, കാരണം നിയന്ത്രണം അത്രയ്ക്ക് വിട്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.